ഷവോമിയുടെ ഹൈപ്പർ OS ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇന്ന് 6 ദിവസം കഴിഞ്ഞു. എന്താണ് ഇപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ? എല്ലാ മച്ചന്മാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹൈപ്പർ OS വൻ സംഭവമൊന്നുമല്ല. കാര്യമായ മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. എന്നാൽ ഫോൺ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ഇപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു പക്ക കാര്യമാണ്. പണ്ടത്തെക്കാലം കുറച്ചുകൂടെ സൂപ്പറായിട്ട് നല്ല സ്മൂത്തായിട്ട് ഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഹൈപ്പർ OS ഈ കാണുന്ന പോക്കോ F5ലും അതുപോലെ തന്നെ നമ്മുടെ ഷവോമിയുടെ പാഡ് 6ലും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പോക്കോ F5ലാണെങ്കിൽ 5GB അപ്ഡേറ്റ് ആണ്. അത് വേണം ഷവോമിയുടെ പാഡ് 6ലെ 5.5 GB അപ്ഡേറ്റ് ആണ് വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ഡേറ്റ ഉള്ള ഒരു പാക്ക് ചെയ്യണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും വൈഫൈ കിട്ടുകയാണെങ്കിൽ അവിടെ പോയി അപ്ഡേറ്റ് ചെയ്യാം. അതല്ലാണ്ട് രാവിലെ കുറച്ച് നമ്മുടെ ഫോണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു, പിന്നെയാണെങ്കിൽ അച്ഛൻ്റെ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഇട്ട് കയറ്റി, അമ്മയുടെ ഫോണിൽ നിന്ന് കയറ്റി, അയൽവക്കത്തെ ചേച്ചിയുടെ ചേട്ടൻ്റെ ഫോണിൽ നിന്നൊക്കെ കുറച്ചായിട്ട് ഡൗൺലോഡ് ചെയ്തു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടും. ഏറ്റവും നല്ലത് നിങ്ങൾ എവിടെയെങ്കിലും വൈഫൈ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് മൊത്തത്തിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വരിക. അതിനുശേഷം ഫോണിൽ ഒരു 50% ചാർജ് ഉണ്ടോ എന്ന് നോക്കുക. ഫോൺ ഹീറ്റാണോ എന്ന് നോക്കുക. ഹീറ്റാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഫോൺ തണുത്ത് കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കുക. ഫോൺ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കിട്ടും. പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ വൈഫൈ ഉപയോഗിച്ചിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം ഒന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ തീരുന്നതായിരിക്കും. ഇപ്പോൾ നിലവിലെ നമുക്ക് 5Gയിൽ അൺലിമിറ്റഡ് ഡാറ്റ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ സീനൊന്നുമില്ല, നിങ്ങൾക്ക് അവിടെയും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ എങ്കിൽ ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഫോൺ ഹീറ്റാണെങ്കിൽ കുറച്ച് നേരം തണുക്കാൻ വെച്ചിട്ട് അപ്ഡേറ്റ് കൊടുക്കുക. ഈ ഒരു ഹൈപ്പർ OSൻ്റെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് ശേഷം ഉള്ള ഒരു പ്രശ്നം എനിക്ക് പറയാനുള്ളത്, നമ്മൾ വീടിൻ്റെ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈ കോളിംഗ് ആവുന്നില്ല. ഫ്ലൈറ്റ് മോഡ് ഓണാക്കിയിട്ട് ഓഫാക്കുമ്പോൾ നമുക്ക് വൈഫൈ കോളിംഗ് ആകുന്നുണ്ട്. ആ ഒരു പ്രശ്നം ഇപ്പോഴും ചില സമയത്തുണ്ട്. എപ്പോഴുമില്ല, ചില സമയങ്ങളിൽ. ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ എൻ്റെ ഷവോമിയുടെ 11i 5G എന്ന് പറഞ്ഞ ഫോണിൽ ഈ സെയിം ജിയോയുടെ സിം തന്നെയാണ്. പക്ഷേ അവിടെ ഇങ്ങനൊരു പ്രശ്നങ്ങൾ ഇല്ല. നമ്മുടെ ഫോണെ ഓഫാക്കിയിട്ട് ഓണാക്കാൻ എടുക്കുന്ന ആ ഒരു ടൈം നമ്മുടെ പഴയ MIUI ആണെങ്കിലും ഹൈപ്പർ OS ആണെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായ ഒരു മാറ്റമൊന്നുമില്ല. ആ ഒരു ടൈം ഏകദേശം സെയിം ആണ്. നമ്മുടെ MIUIയുടെ പഴയ ആ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും ആപ്പിൽ ചെറിയ കംപ്ലൈൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ, ചില ആപ്പിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അത് ഇപ്പോഴും ഉണ്ട്, മാറിയിട്ടൊന്നുമില്ല. അതിൽ ഒരു മാറ്റവുമില്ല. അന്ന് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. പിന്നെ നമ്മുടെ OTP വരുമ്പോൾ നമ്മൾ ആ മെസ്സേഞ്ചർ ആപ്പ് ഓപ്പൺ ആക്കാൻ വേണ്ടി പണ്ടത്തേക്കാൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് അങ്ങ് കയറി ചെല്ലുന്നൊരു ഫീൽ കിട്ടുന്നുണ്ട്. ഇനി എനിക്ക് മാത്രമാണ് അങ്ങനെ കിട്ടിയെന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു ഹൈപ്പർ OS അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന മറ്റു കൂട്ടുകാർക്ക് അതൊരു ഉപകാരമായിരിക്കും. മുകളിൽ നിന്ന് താഴോട്ട് വലിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു സെറ്റപ്പ് പണ്ടത്തേക്കാളും കുറച്ചും കൂടെ സെറ്റപ്പായി. അത് ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പണ്ടത്തെ കൂടെ സെറ്റിങ്സും ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട്. പണ്ട് മുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് വലിക്കുമ്പോൾ സെറ്റിങ്സ് ഏറ്റവും മുകളിൽ ഒരു ചെറുതായിട്ട് കിടക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് താഴെ തന്നെ നല്ല വെണ്ടയ്ക്ക മുഴുപ്പിൽ ഇപ്പോൾ അവിടെ കാണുന്ന പോലെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. ഞാൻ പലപ്പോഴും ഇങ്ങനെ മുകളിൽ നിന്ന് വലിച്ചാണ് സെറ്റിങ്സ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റമുണ്ട്. നമ്മൾ വാൾപേപ്പറൊക്കെ ഇടുമ്പോഴും ലോക്ക് സ്ക്രീനിലൊക്കെ ആണെങ്കിൽ പണ്ടത്തേക്കാളും കുറച്ചും കൂടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് കാര്യമായിട്ട് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ അതിനെക്കുറിച്ച് വലിയ തള്ളി മറക്കുന്നൊന്നുമില്ല. എങ്കിലും ആ ലോക്കായി കിടക്കുന്ന സമയത്ത് ടൈം കാണിക്കുന്ന ആ ഒരു സെറ്റപ്പൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയാണ്. പിന്നെയാണെങ്കിൽ ഇതിനകത്ത് എടുത്തു പറയേണ്ട വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വലിയ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലടവേ. നമ്മളിപ്പോൾ ആണെങ്കിൽ ഒരു 7GB ഒരു മുതൽ 5GB ആക്കി നമുക്ക് കിട്ടി. അപ്പോൾ കുറച്ച് സ്മൂത്തായിട്ട് ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞ കൂട്ട് ഇതിൻ്റെ പഴയ വോയിസിനേക്കാളും കുറച്ചും കൂടെ മെമ്മറി കുറച്ച് ഉപയോഗിച്ചുള്ള പുതിയൊരു സോഫ്റ്റ്വെയറാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ആ ഒരു മാറ്റം നമ്മുടെ ഫോണിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഈ കാണുന്ന പോലെ വാൾപേപ്പറൊക്കെ വേറെ വെറൈറ്റി രീതിയിൽ ഇടാനൊക്കെ സാധിക്കും.
ഇത്രയൊക്കെ ഉള്ളൂ. കണ്ടോ, ബിൽഡിങ്ങിൻ്റെ ബാക്കിലെ ടൈമൊക്കെ കുറച്ച് നിൽക്കുന്നുണ്ടോ? ഇത്രയൊക്കെ ഉള്ളൂടാവേ, വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല.